ദോഹയിലെ ഇസ്രായേൽ ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ GCC രാഷ്ട്രങ്ങളുടെ സുരക്ഷയ്ക്കായി സംയുക്ത പ്രതിരോധ സംവിധാനം കൊണ്ടുവരാൻ ആലോചന. ഇതുമായി ബന്ധപ്പെട്ട് GCC സുപ്രീം കൗൺസിൽ യോഗം ചേർന്നു. ഇന്നലെ ചേർന്ന അറബ് ഇസ്ലാമിക് ഉച്ചകോടി ഇത് സംബന്ധിച്ച നിർദ്ദേശം സമർപ്പിച്ചിരുന്നു. അടിയന്തര അറബ് ഇസ്ലാമിക് ഉച്ചകോടിക്ക് ശേഷം ഖത്തർ അമീർ ഷെയ്ഖ് തമീം ബിൻ ഹമദ് അൽഥാനിയുടെ അധ്യക്ഷതയിലാണ് GCC സുപ്രീം കൗൺസിൽ സമ്മേളിച്ചത്. ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ അടിയന്തര യോഗം വിളിച്ചു ചേർക്കാൻ സംയുക്ത പ്രതിരോധ കൗൺസിലിന് സുപ്രീം കൗൺസിൽ നിർദ്ദേശം നൽകി. ഇതിനു മുന്നോടിയായി ഉന്നത സൈനിക സമിതിയുടെ കൂടിയാലോചനകൾ നടക്കും. യോജിച്ചുള്ള പ്രതിരോധ സംവിധാനം നടപ്പാക്കാൻ ആവശ്യമായ നടപടികൾ സ്വീകരിക്കാൻ സംയുക്ത സൈനിക കമാൻഡിനും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. റിയാദ് ആസ്ഥാനമായാണ് സംയുക്ത സൈനിക കമാൻഡ് പ്രവർത്തിക്കുന്നത്. 2013 ഡിസംബറിൽ നടന്ന ഉച്ചകോടിയിലാണ് GCCയിലെ 6 രാഷ്ട്രങ്ങളും ചേർന്ന് സംയുക്ത സൈനിക കമാൻഡിന് രൂപം നൽകിയിരുന്നത്. കമാൻഡിനു കീഴിലാണ് സംയുക്ത പ്രതിരോധ സംവിധാനം വികസിപ്പിക്കാനുള്ള ആലോചനകൾ നടക്കുക. പുതിയ പ്രതിരോധ സംവിധാനത്തെക്കുറിച്ചുള്ള വിശദ വിവരങ്ങൾ ലഭ്യമല്ല. ഇസ്രായേൽ ആക്രമണത്തിനെതിരെ ഖത്തർ സ്വീകരിക്കുന്ന എല്ലാ നടപടികൾക്കും GCC യോഗം ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചു. ഖത്തർ അമീറിന് പുറമെ സൗദി കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാൻ, കുവൈത്ത് കിരീടാവകാശി ഷെയ്ഖ് സബാഹ് ഖാലിദ്, UAE വൈസ് പ്രസിഡന്റ് ഷെയ്ഖ് മൻസൂർ ബിൻ സായിദ്, ബഹ്റൈൻ രാജാവിന്റെ പ്രതിനിധി ഷെയ്ഖ് അബ്ദുള്ള ബിൻ ഹമദ്, ഒമാൻ ഉപപ്രധാനമന്ത്രി ഷിഹാബ് ബിൻ താരിഖ്, GCC സെക്രട്ടറി ജനറൽ ജാസിം മുഹമ്മദ് അൽ ബുദൈവി എന്നിവർ യോഗത്തിൽ പങ്കെടുത്തു. മീഡിയ 1 ദോഹ.